പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെളിച്ചമായി ഒരുമിച്ച് വരുവാൻ ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം കർത്താവിനെ തള്ളിപ്പറയുവാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് തള്ളിപ്പറയുവാനുള്ള കാരണം? വിശ്വാസത്യാഗത്തിനുള്ള കാരണം എന്താണ്? കർത്താവിനെ നിഷേധിക്കുന്ന ആ ഒരു വലിയ ആത്മീയ തകർച്ചയിൽ നിന്ന് നമുക്കെങ്ങനെ രക്ഷപ്പെടാം? അല്ലെങ്കിൽ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ മുറുകെ പിടിക്കാം? ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വിശാലമായ ഒരു സബ്ജക്റ്റാണ്. വിശ്വാസത്യാഗത്തിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. എന്നാൽ നാം ഇന്ന് ചിന്തിക്കുന്നത് ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ച് ഒരു വ്യക്തി വളരെ ശക്തമായി ദൈവത്തിനു വേണ്ടി നിന്ന ഒരു വ്യക്തി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ നിഷേധിച്ച ഒരു സംഭവം, ആ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ട് കർത്താവിനെ തള്ളിക്കളഞ്ഞു, എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്, ആ ഒരു പഠനമാണ് നമ്മളിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നാം ഇത് പഠിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ നാം ശ്രമിച്ചാൽ നമുക്ക് കർത്താവിനെ നിഷേധിക്കുന്ന ഒരു വലിയ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മറ്റാരുമല്ല ആ കഥാപാത്രം അപ്പോസ്തലനായ വിശുദ്ധ പത്രോസാണ്. പത്രോസാണ് യേശുവിനെ നിഷേധിച്ച വ്യക്തി. നമുക്ക് പത്രോസ് യേശുവിനെ നിഷേധിച്ച ആ വേദഭാഗം, അവിടുത്തെ തള്ളിപ്പറഞ്ഞ വേദഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 26 അധ്യായം അതിൻ്റെ 31, 33, 35 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 26 അധ്യായത്തിന്റെ 31 വാക്യം 33 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നു. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കൽ നിന്ന് ഇടറും. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്ക് ഗെത്സമനയിൽ വെച്ച് കർത്താവ് പറയുകയാണ്. തന്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. തന്നെ ശത്രുക്കൾ, റോമൻ സൈന്യം പിടിക്കാൻ പോകുന്നു. റോമാക്കാർ തന്നെ ക്രൂശിക്കാൻ പോകുന്നു. യഹൂദന്മാർ, സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന യഹൂദ മതവിരോധികളെല്ലാം ചേർന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനസഞ്ചയം റോമാക്കാരുടെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കും, എന്നെ ഏൽപ്പിക്കും, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു. ഈ ഒരു വലിയ സത്യം ഈ വാക്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇതൊരു പ്രവചന നിവൃത്തിയാണെന്ന് യേശു അവരോട് പറയുകയാണ്. ഈ വാക്ക് യേശു പറഞ്ഞു തീർന്നപ്പോൾ 33 വാക്യം പത്രോസ് പറയുകയാണ്. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, ഞാൻ ഒരു നാളും ഇടറുകയില്ല. അതിന് മറുപടിയായി 34 വാക്യത്തിൽ യേശു വീണ്ടും പറയുകയാണ്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും എന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറുകയില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പത്രോസ് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. കർത്താവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പത്രോസ് വീണ്ടും അടുത്ത കാര്യം പറയുകയാണ്. 35 വാക്യം, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും
ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. പത്രോസ് പറയുകയാണ്, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. നാം വാക്യം തുറന്ന് വായിക്കുന്നത് പത്രോസ് മാത്രമല്ല, ഇതേ വാക്കുകൾ പത്രോസിനോട് ചേർന്ന് മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയില്ല. എങ്കിലും പത്രോസാണ് ശക്തമായി ഇത് പറയുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എന്തുകൊണ്ട് ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയില്ല എന്ന് പത്രോസ് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നാം പരിശോധിച്ചാൽ അതിന് പത്രോസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. പത്രോസിന് മാത്രമല്ല, ഇന്ന് ഞാൻ ഈ വചനം ഇവിടെ പറയുമ്പോൾ ഈ ദൂത് കേൾക്കുന്ന ദൈവജനത്തോട് കർത്താവ് ഇന്ന് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നീ എന്നെ തള്ളിപ്പറയുമോ എന്ന് ചോദിച്ചാൽ നാം എല്ലാവരും ഒരേ മറുപടി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല കർത്താവേ, ഞങ്ങൾ നിന്നെ തള്ളിപ്പറയില്ല. തള്ളിപ്പറയും എന്ന് പറഞ്ഞാലും മിക്കവാറും ആളുകൾ ഇല്ല, ഞാൻ പറയില്ല എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്രോസ് എന്തുകൊണ്ട് ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞു? ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളും ഞങ്ങൾ തള്ളിപ്പറയില്ല, ഞങ്ങൾ ഈ കർത്താവിനെ ഉപേക്ഷിക്കില്ല എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? പത്രോസ് പറഞ്ഞതെന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് നേർ സാക്ഷ്യം വഹിച്ചവനാണ് പത്രോസ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് ഒരു വലിയ സാക്ഷ്യം പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതകരമായി അവന്റെ വ്യക്തിപരമായ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും ആ ഇസ്രായേൽ ദേശത്തും സമൂഹത്തിലും യേശു കർത്താവ് ചെയ്ത അത്ഭുതകരമായ പ്രവർത്തികൾ, അത്ഭുതത്തിന്റെ സാക്ഷ്യം പത്രോസിന് പറയാനുണ്ട്. അതിനെല്ലാം സാക്ഷിയാണ് പത്രോസ്. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പത്രോസിനെ വിളിക്കുമ്പോൾ ആ വിളിക്ക് ശേഷം അതിനോടടുപ്പിച്ച ആദ്യത്തെ സമയത്തു തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, സ്തോത്രം, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വല കഴുകുകയായിരുന്ന പത്രോസിന്റെ പടകിന്റെ അടുത്തേക്ക് യേശു ചെല്ലുകയാണ്. യേശു കടന്നു ചെന്ന് അവനോട് അവന്റെ പടക് ചോദിക്കുകയാണ്, ബഹുജനത്തെ, പുരുഷാരത്തെ ഉപദേശിക്കുവാൻ. നാം ഇങ്ങനെ വായിക്കുന്നു, യേശു ആ പടകിൽ, പത്രോസിന്റെ പടകിൽ കയറിയിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അതിനുശേഷം പത്രോസിനോട് പറയുകയാണ്, പടകിന്റെ വലതുഭാഗത്ത് മീൻപിടുത്തത്തിന് വലയിറക്കുക. പത്രോസിന്റെ ഒരു മറുപടി ഉണ്ട്, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ വാക്കിന് പത്രോസ് വലയിറക്കി. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പെരുത്ത മീൻകൂട്ടം പത്രോസിന് ലഭിച്ചു. ആ പടക് മുഴുവൻ നിറയുമാറ് ഒരു വലിയ ഒരു സമൃദ്ധി അവിടെ ഉണ്ടാകുകയാണ്. ആ പടക് മാത്രമല്ല, അടുത്തുള്ള പടകുകളെയും മാടി വിളിക്കത്തക്കവണ്ണം വലിയൊരു അനുഗ്രഹം ദൈവം, യേശു കർത്താവ് പത്രോസിന് വേണ്ടി ചെയ്തു. പത്രോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അവൻ്റെ അത്ഭുതം കണ്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് എനിക്ക് സമൃദ്ധി നൽകിയവനാണ്. എൻ്റെ ശൂന്യതയെ പരിഹരിച്ചവനാണ്. ആ അത്ഭുതകരമായ വിടുതൽ ഓർക്കുമ്പോൾ ഒരു കാലത്തും ഞാൻ കർത്താവിനെ തള്ളിപ്പറയില്ല. ഇന്ന് തിരുവെഴുത്ത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾക്കും ഇതുപോലെ സാക്ഷ്യം പറയാൻ കാണും. നിങ്ങൾ ജീവിതത്തിൽ ശൂന്യതയിലായിരുന്നപ്പോൾ, സാമ്പത്തികമായി തകർച്ചയിൽ ആയിരുന്നപ്പോൾ, ബിസിനസ് തകർന്ന പ്രതിസന്ധിയിലായപ്പോൾ,
ജീവിതത്തിൽ ആര് സഹായിക്കുമെന്ന് കരുതി അല്ലെ സഹായത്തിനായി പല സ്ഥലത്തും നോക്കിയപ്പോൾ സഹായകനായി എൻ്റെ കർത്താവ് വരുവാനിടയായി. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചു. നിങ്ങൾക്ക് ജോലി നൽകി, നിങ്ങൾക്ക് സമൃദ്ധി നൽകി, നിങ്ങൾക്ക് വിടുതൽ നൽകി. ഈ അത്ഭുതം ഓർക്കുമ്പോൾ ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോഴും നിങ്ങൾ ഒരുപക്ഷെ ഹൃദയത്തിൽ തൊട്ടു പറയുന്നുണ്ടാകും, ഇല്ല, ഈ കർത്താവിനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. കാരണം അവൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അനുഭവിച്ചതാണ്. ഇത്ര ശ്രേഷ്ഠനായ ഒരു കർത്താവിനെ ഞാൻ ഒരു കാലത്തും തള്ളിക്കളയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അത്ഭുതകരമായ മീൻപിടുത്തത്തിലൂടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം കണ്ട പത്രോസ് ഈ കർത്താവിനെ തള്ളിക്കളയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നാം വായിക്കുന്നത് അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. നാം അത് ചിന്തിക്കുന്നുണ്ട് ആ ഭാഗം. എന്തുകൊണ്ടാണ് പത്രോസ് തള്ളിപ്പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അത്ഭുതം കണ്ടവൻ എങ്ങനെ തള്ളിപ്പറഞ്ഞു? ഇന്ന് വചനം കേൾക്കുന്ന പ്രിയമുള്ളവർ ഒരു യാഥാർത്ഥ്യം അറിയണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം കർത്താവ് ചെയ്തിട്ടുണ്ട്, അതിശയകരമായി നിന്റെ ജീവിതത്തിൽ ഇടപെട്ടത് കൊണ്ട് ആ അത്ഭുതത്തിന്റെ പേരിൽ മാത്രം നിന്നാൽ ഒരു കാര്യമറിയണം, നാം കർത്താവിനെ തള്ളിപ്പറയത്തില്ല. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തതാണെന്ന് പിടിവാശി കൊണ്ട് നിൽക്കല്ലേ. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആത്മജീവിതത്തിന് ഈ ദിവസങ്ങളിൽ ഒരു വളർച്ച ഉണ്ടായില്ലെങ്കിൽ അത്ഭുതം കണ്ടതിന്റെ പേരിൽ എന്നും ഈ കർത്താവിനെ ഏറ്റുപറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നും അത്ഭുതം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നും പടക് നിറയണമെന്ന് നിർബന്ധമില്ല. എന്നും ശൂന്യത മാറണമെന്ന് നിർബന്ധമില്ല. ചില പ്രതിസന്ധികളിലൂടെ, ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോ പ്രൈസ് ദി ലോർഡ്, ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം വളർന്നില്ലെങ്കിൽ, ഞാൻ തുടർന്ന് അങ്ങോട്ട് പറയും എന്താണ് ഈ കർത്താവിനെ തള്ളിപ്പറയാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, വരുത്തേണ്ട മാറ്റം ഞാൻ തുറന്ന് ചിന്തിക്കും. ഒരു കാര്യം ഞാൻ ഈ പ്രാരംഭ സമയത്ത് പറയാം, അത്ഭുതം കണ്ടതിന്റെ പേരിൽ, എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തി ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ പേരിൽ മാത്രമായി ജീവിച്ചാൽ കർത്താവിനെ തള്ളിപ്പറയില്ല എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പത്രോസ് അത്ഭുതം കണ്ടു. അതുകൊണ്ടാണ് ധൈര്യത്തോടെ യേശുവിനോട് പറഞ്ഞത്, കർത്താവേ, ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല, ആരെടറിയാലും ഞാൻ നിങ്ങൾ ഇടറത്തില്ല. അപ്പൊ വ്യക്തിപരമായ അത്ഭുതം കണ്ടതുകൊണ്ടാണ് പത്രോസ് ധൈര്യമായിട്ട് പറയുന്നത്, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അത്ഭുതം മാത്രമല്ല, തന്റെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി അത്ഭുതം വ്യക്തിപരമായി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ടാക്സ് അടയ്ക്കുവാൻ പണമില്ലാത്ത കാര്യം യേശുവിനോട് വന്നു പറഞ്ഞു. യേശുവും ടാക്സ് അടച്ചിട്ടില്ലെന്നുള്ള പരാതി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. അല്ലേ? ആ ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ അതിനകത്ത് ചതുർദ്രഹ്മ പണം ലഭിക്കും. ഇത് കൊണ്ടുപോയി നിനക്കും എനിക്കും വേണ്ടി കൊടുക്കുക. സ്തോത്രം. അറിഞ്ഞാ മീനിനെ ചൂണ്ടയിട്ട് പിടിക്കുവാൻ കൽപ്പിച്ച കർത്താവ് പറഞ്ഞതുപോലെ ചൂണ്ടയിട്ടവന്റെ ചൂണ്ടയിൽ ആ മീൻ അകപ്പെടുകയും അതിന്റെ വയറ്റിൽ ആ ചതുർദ്രഹ്മ പണമൊക്കെ ഇരിക്കുന്നത് കണ്ട് അന്തം വിട്ട പത്രോസ് പറയുമോ, ഇനി ഒരിക്കലും ഈ യേശുവിനെ തള്ളിപ്പറയില്ല. കാരണം എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ എന്റെ ആവശ്യങ്ങളിൽ, അല്ലേ, സ്തോത്ര, പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഞാൻ ജീവിച്ചപ്പോൾ അത്ഭുതകരമായി പ്രവർത്തിച്ച് എനിക്ക് നന്മ ഒരുക്കി തന്ന ദൈവത്തെ ഞാൻ മറക്കില്ല. സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പത്രോസിന് വേണ്ടി കർത്താവ് ചെയ്തിട്ടുണ്ട്. തന്റെ കുടുംബത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ അമ്മയ്ക്ക് പനി ബാധിച്ച്, കഠിന ജ്വരം ബാധിച്ച് വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. യേശു വന്നു. വചനം ഇങ്ങനെ വായിക്കുന്നു, അവൻ അവളുടെ ജ്വരത്തെ ശാസിച്ചു, അവൾക്ക് സൗഖ്യമുണ്ടായി. കണ്ടോ? കുടുംബത്തിനകത്ത് കർത്താവിന്റെ അത്ഭുതം കണ്ടവൻ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയമുള്ളവർ പറയും, ഞങ്ങൾ ഈ കർത്താവിനെ തള്ളിക്കളയില്ല. കാരണം
അവൻ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, ഞങ്ങളുടെ അമ്മയ്ക്ക്, ഞങ്ങളുടെ അപ്പന്, ഞങ്ങളുടെ തലമുറകൾക്ക്, ഞങ്ങളുടെ ചർച്ചക്കാരുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിച്ചതാ, അത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് അവൻ പറയുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇതേ അത്ഭുതം കുടുംബത്തിനകത്ത് കണ്ടിട്ടും പത്രോസ് തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബത്തിലോ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ തള്ളിക്കളയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. വിശ്വാസം ഉപേക്ഷിക്കത്തില്ല എന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം കണ്ടെങ്കിലും പിന്മാറുവാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ഇന്ന് പകൽ അറിയണം. പ്രൈസ് ദി ലോർഡ്. പത്രോസ് കണ്ട ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ താൻ തള്ളിപ്പറയുന്നതിന് മുമ്പ്, യേശുവിനെ തള്ളിപ്പറയുന്നതിന് മുമ്പ് താൻ അവസാനം കണ്ട അത്ഭുതം എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി. അത് വേറൊന്നുമല്ല. നാം ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ പിടിക്കുവാൻ ചേവകന്മാര് വന്നു, പടയാളികൾ വന്നു. വന്ന പടയാളികളിൽ യേശുവിനെ പിടിക്കാനായിട്ട് മുന്നോട്ടായുമ്പോൾ പത്രോസ് ഇതാ അരയിൽ നിന്ന് വാളൂരി മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ കാതറ്റ് നിലത്ത് വീണു. യേശു പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എന്നിട്ട് പത്രോസ് നോക്കി നിൽക്കുമ്പോൾ കാണുന്നത്, അല്ലേ, അറ്റുപോയ അവന്റെ ആ കാത് ഇതാ നസറായന്റെ കരങ്ങളിലൂടെ തിരികെ അവന്റെ ആമേൻ സ്തോത്രം ആ ചെവിയിലേക്ക് പതിപ്പിക്കുമ്പോ അത് നേരത്തെ ഇരുന്നതുപോലെയാകുക. പ്രൈസ് ദി ലോർഡ്. പത്രോസ് കണ്ണുകൊണ്ട് കാണുക അത്ഭുതങ്ങൾ. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും നാം വേദപുസ്തകം പരിശോധിച്ചാൽ ആമേൻ എത്രയെത്ര അത്ഭുതങ്ങളാ പത്രോസ് വെളിയിൽ കണ്ടത്. എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ പത്രോസ് കണ്ടു. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമായ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് കണ്ടത് മുതൽ, സ്തോത്രം, മരിച്ച ലാസറിന്റെ ഉയർപ്പും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും, ജനസഞ്ചയത്തിനിടയിൽ ഭൂതം ബാധിച്ചവരെ സൗഖ്യമായതും, കണ്ണു കാണാത്തവർക്ക് കാഴ്ച കൊടുത്തതും, ചെവി കേൾക്കാത്തവർക്ക് കേൾവി ശക്തി തിരിച്ചു കൊടുത്തതുമായ അത്ഭുതത്തിന്റെ പരമ്പരകൾ കണ്ണുകൊണ്ട് കണ്ടവനാണ് പത്രോസ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്ഭുതം എത്ര കണ്ടു എന്നുള്ളതല്ല, അതിന്റെ ബലത്തിലല്ല വിശ്വാസത്തിന്റെ ശക്തി നിർണയിക്കുന്നത്. ഇന്ന് ആമേൻ സ്തോത്രം, നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കാം. ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര അതിശയങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര ദൈവപ്രവർത്തിക്ക് ഞാനും എൻ്റെ കുടുംബവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നല്ല കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കണമെന്നോ കർത്താവിൽ ഉറച്ചു നിൽക്കണമെന്നോ നിർബന്ധമില്ല. അതുകൊണ്ട് മാത്രം ഉറയ്ക്കുന്നതല്ല വിശ്വാസമെന്ന് നിങ്ങൾ അറിയണം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ സഞ്ചരിച്ചില്ലെങ്കിൽ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടെന്നുള്ളത് മാത്രമാകും നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറയാനുള്ള ഒരു സാധ്യത ഞാൻ ഈ വചനത്തിലൂടെ കാണുകയാണ്. പത്രോസ് ഇതെല്ലാം കണ്ടിട്ടും, അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇതാ ഒന്നാമത്തെ എന്റെ കാര്യം. പത്രോസ് എന്തുകൊണ്ട് യേശുവിനോട് ഞാൻ അങ്ങയെ തള്ളിപ്പറയില്ല, ഞാൻ ഉപേക്ഷിക്കില്ല, എല്ലാവരും ഉപേക്ഷിച്ചാലും എല്ലാവരും ഓടിപ്പോയാലും ഞാൻ പോകില്ല, അങ്ങയ്ക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയാൻ കാരണം ഈ അനുഭവമാണ്. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും യേശുവിനൊപ്പം നടന്ന് അത്ഭുതങ്ങളുടെ പരമ്പര കണ്ണാല കണ്ടവനാണ്. ഈ അത്ഭുതങ്ങളുടെ കാഴ്ചയുടെ വിശ്വാസത്തിൽ പത്രോസ് പറയുക, ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് പത്രോസ് യേശുവിനെ തള്ളിപ്പറയില്ല എന്ന് പറയാനുള്ള കാരണമെന്ന് ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചിന്ത, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വ്യക്തിപരമായി ഉണ്ടായ ആത്മീക അനുഭവങ്ങളാണ്. സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. പത്രോസിന് ആത്മീകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, യേശു ഒരിക്കൽ ശിഷ്യന്മാരെ തനിക്ക് മുമ്പായി പടക് കയറി അക്കരെ പോകുവാൻ നിർബന്ധിച്ചയച്ചു. അവര് പോയി, പടക് കയറി അവര് അക്കരയ്ക്ക് പോകാനായി പോയി. പക്ഷേ ആ യാത്രയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. കടലിളകി, വലിയ പ്രതിസന്ധി. കടൽ തിരമാല ഇളകി
പടകിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ്. എന്താ സംഭവിച്ചത്? നാം വായിക്കുന്നത് രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കർത്താവ് നടന്നു വരികയാണ്. യേശു വരുമ്പോൾ ശിഷ്യന്മാര് നിലവിളിക്കുകയാണ്, ഭൂതമെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. നിലവിളിച്ച് അവരോട് യേശു പറഞ്ഞു, ഞാനാകുന്നു. ഈ വാക്ക് അവര് പറഞ്ഞപ്പോൾ ഈ വാക്ക് യേശു വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒരു നിശബ്ദത. ആ നിശബ്ദതയ്ക്ക് ശേഷം പത്രോസ് ചാടി എഴുന്നേറ്റ് പറയുക, ഗുരുവേ, അങ്ങാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ, അങ്ങാണ് വരുന്നതെങ്കിൽ അങ്ങയുടെ അടുക്കിലേക്ക് ഈ കടലിന് മുകളിലൂടെ നടന്നു വരുവാൻ എന്നോട് കൽപ്പിക്കണം, എനിക്ക് അനുവാദം തരണം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറഞ്ഞു, വരിക. പത്രോസ് ഇതാ കടലിന് മീതെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ചില ചുവടുകൾ നടക്കുകയാ. ജീവിതത്തിൽ ഇന്ന് വരെ അനുമനാഥനായ കർത്താവ് ഒഴികെ മനുഷ്യജാതിയിൽ പത്രോസല്ലാതെ വേറെ ആരും കടലിന് മീതെ നടന്നിട്ടില്ല. അത്ഭുതകരമായ അനുഭവമാണ്. ആത്മീകതയുടെ അങ്ങേയറ്റത്തൊരു അനുഭവമാണ്. അനേകരോട് പറഞ്ഞ് ആവേശം കൊള്ളിക്കാൻ പറ്റുന്ന സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കടലിന് മീതെ നടന്ന അനുഭവം. പത്രോസ് പറയുകയാണ്, സ്തോത്രം, ഞാൻ ഈ കർത്താവിന്റെ അടുക്കിലേക്ക് കടലിന് മീതെ നടന്നവനാണ്. അങ്ങനെ നടന്ന ഞാൻ ഇനി ഒരിക്കലും ഈ കർത്താവിനെ തള്ളിപ്പറയില്ല. ആ കടലിന് മീതെ നടന്നതിന്റെ അവസാന ഭാഗം നമുക്കെല്ലാം അറിയാം. ആമേൻ. അത് ഞാൻ പിന്നീട് വിശദീകരിക്കും. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയുകയാണ്, കർത്താവെ, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയില്ല. അതിന് കാരണം എനിക്ക് ഇങ്ങനെ ഒരു ആത്മീയ അനുഭവമുണ്ട്. ഞാൻ കടലിന് മീതെ നടന്നവനാണ്. എൻ്റെ ഈ കാല് വെച്ച്, അല്ലേ, ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിച്ച് ദൈവത്തിന്റെ അത്ഭുതം എന്നിലൂടെ വെളിപ്പെട്ടതാ. ഈ ഒരു ആത്മീയ അനുഭവത്തിന്റെ കരുത്ത് പടകിലുള്ള ആർക്കുമില്ല, എനിക്കതുണ്ട്. ഞാൻ കടലിന് മീതെ നടന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പത്രോസ് യേശു നിങ്ങൾ എന്നെ ഞാൻ ഇടയനെ വെട്ടുമ്പോൾ ആടുകൾ ചിതറിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ധൈര്യത്തോടെ പറഞ്ഞത്, ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറത്തില്ലെന്ന് പറഞ്ഞതിന് കാരണം വ്യക്തിപരമായ ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങളാണ്. രണ്ടാമത്തെ അനുഭവം അത് പത്രോസിന് മാത്രമല്ല, പത്രോസിനൊപ്പം 2 ശിഷ്യന്മാർ കൂടെ കിട്ടി, യാക്കോബിനും യോഹന്നാനും. നമുക്കെല്ലാവർക്കും അറിയാം മറുരൂപമലയിലെ അനുഭവം. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. എത്ര വലിയ ദർശനം! രൂപാന്തരപ്പെട്ട കർത്താവിന്റെ ദർശനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്ന ദർശനം. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്ന തേജസ്സിന്റെ മഹത്തായ ദർശനം. യാക്കോബിനൊപ്പം യോഹന്നാനൊപ്പം പത്രോസ് കാണുകയാ. പത്രോസ് അവിടെയും പറയുന്നുണ്ട്, ഗുരുവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞാൻ 3 കുടിലുണ്ടാക്കാം. ഒന്ന് അങ്ങയ്ക്കും, ഒന്ന് ഏലിയാവിനും, മറ്റൊന്ന് മോശയ്ക്കും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് പത്രോസ് ധൈര്യത്തോട് പറയുന്നത്? ഞാൻ യേശുവിനെ തള്ളിപ്പറയില്ല. അതിന് പത്രോസിന്റെ ന്യായമുണ്ട്. പത്രോസ് പറയുക, ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീകമായ അനുഭവം എനിക്കുണ്ട്. വെളിപ്പാടിന്റെ ആഴം ഞാൻ പ്രാപിച്ചതാണ്. കർത്താവിന്റെ മഹത്വകരമായ ദർശനം ഞാൻ കണ്ടതാണ്. മറുരൂപമലയിലെ അവിടുത്തെ മനോഹര ദർശനം ഞാൻ കണ്ടതാ. ആ ദർശനം കണ്ട ഞാൻ യേശുവിനെ തള്ളിപ്പറയുമോ? പ്രിയപ്പെട്ടവരെ, പക്ഷേ നാം വായിക്കുന്നത് മറുരൂപമലയിലെ ഈ ദർശനം കണ്ട പത്രോസ്, കടലിന് മീതെ നടന്ന പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. വെറും തള്ളിപ്പറച്ചലല്ല, ശപിച്ചു, ആണയിട്ടു, പ്രാഗി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ വിലയേറിയതാണ്, അത് ശക്തമാണ്. പക്ഷേ ആ വെളിപ്പാടിന്റെ വെളിച്ചത്തിൽ ഇന്ന് പകലും, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ നിമിഷവും
നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ പ്രാപിച്ച ദർശനത്തിന്റെ കരുത്തും ആ ദർശനത്തിന്റെ നിയോഗവും ഏറ്റെടുത്തുകൊണ്ട് ഇന്നും അതേ കൃപയോടെ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ആ ദർശനം കണ്ടു എന്നതിന്റെ പേരിൽ മാത്രമായി അല്ലേ ജീവിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീഴാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കർത്താവിനെ തള്ളിക്കളയുവാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും വളരെ ആശ്ചര്യപ്പെടുന്ന വളരെയധികം സങ്കടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസ ലോകത്ത് പലരോടും നമ്മൾ ആത്മീയമായ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കെല്ലാം പറയാനുള്ളൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് ഞങ്ങൾക്ക് വലിയ ആത്മീയ അനുഭവമായിരുന്നു, പണ്ട് ഞങ്ങൾ പ്രാർത്ഥനയായിരുന്നു, പണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ദൈവത്തെ ആരാധിച്ചു, വെളിപ്പാടുകൾ കണ്ടിരുന്നു, ദർശനങ്ങൾ കണ്ടിരുന്നു, അല്ലേ? പണ്ടത്തെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പണ്ടത്തെ അനുഭവങ്ങൾ പറയുകയാണ്. എന്റെ ചോദ്യം, ഇപ്പോൾ നിങ്ങളുടെ ആത്മീക അനുഭവം എവിടെ എത്തിയിരിക്കുന്നു? ഞാനൊരു കാര്യം വിളിച്ചു പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ട ദർശനമൊക്കെ കരുത്തുറ്റ ദർശനമാണ്. ഈ കണ്ടതൊക്കെ ഏറ്റവും വലിയ വെളിപ്പാടാണ്. പക്ഷേ ഈ വെളിപ്പാടിൽ തുടർന്ന് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇത് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ കൃപയിൽ നിൽക്കണമെന്ന നിർബന്ധമില്ല, തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, കടലിന് മീതെ നടന്ന പത്രോസ്, മറുരൂപമലയിലെ മഹത്വ ദർശനം കണ്ട പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന സങ്കടകരമായ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പിന്നെയും പറയും, ഞാൻ എന്തുകൊണ്ട് യേശുവിനെ തള്ളിപ്പറയില്ല എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ ജീവിതത്തിലെ അവന്റെ ആത്മീയമായ അനുഭവങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു. ഒന്ന്, വ്യക്തിപരമായി അവൻ കടലിന് മീതെ നടന്നത്. രണ്ട്, മറുരൂപമലയിലെ ദർശനം. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. പത്രോസ് പറയും, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ഫിലിപ്പിന്റെ കൈസരിയ പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അവർ പറഞ്ഞു, ഏലിയാവാണ്, യോഹന്നാൻ സ്നാപകനാണ്, ഇരമ്യാവാണ്, പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. അഭിപ്രായങ്ങൾ അവർ പലതും പറഞ്ഞു. യേശുവിന്റെ ചോദ്യം, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു നിശബ്ദത. ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ടിതാ പത്രോസ് വിളിച്ചു പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കർത്താവിന്റെ മറുപടി, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, കർത്താവായ ദൈവമാണ്, പിതാവായ ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയും, ഞാൻ എന്തുകൊണ്ട് യേശുവിനെ തള്ളി പറയത്തില്ല? പിതാവ് എനിക്ക് വെളിപ്പാട് നൽകി ദൈവപുത്രനെ കുറിച്ച്. ഞാൻ പുത്രനെ ഏറ്റുപറഞ്ഞതാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ ഏറ്റുപറഞ്ഞതാണ്. കൂടെയുള്ള ആരും അന്നേരം പറഞ്ഞില്ല. എനിക്കാണ് ദൈവം ആ വെളിപ്പാട് നൽകിയത്. ആ വെളിപ്പാട് എനിക്കാണ് കിട്ടിയത്. അതുകൊണ്ട് ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല. പ്രിയപ്പെട്ടവരെ, മറ്റാർക്കും കിട്ടാത്ത വെളിപ്പാടുകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, മറ്റാരും നടന്നിട്ടില്ലാത്ത ആത്മവെളിപ്പാടിന്റെ കാഴ്ചയിൽ നിങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ആ സാക്ഷ്യത്തിന്റെ വചനങ്ങൾ ശ്രേഷ്ഠമാണ്. പക്ഷേ ചോദ്യം, ഇന്ന് ഈ തിരുവെടുത്ത് ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 2024 ആണ്ടിൽ ഈ ആദ്യത്തെ മാസത്തിൽ ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളോട്, കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട വെളിപ്പാടും ദർശനവും കാഴ്ചപ്പാടും അത്ഭുതങ്ങളും ഒക്കെ വലുതാണ്, നല്ലതാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, രാത്രിയാകട്ടെ പകലാകട്ടെ ഏത് നേരമാകട്ടെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? അല്ലേ? തിരുവെഴുത്ത് പറയുന്ന പോലെ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും, ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന ഈ നിമിഷം നിങ്ങളുടെ ആത്മീയ അനുഭവം എങ്ങനെ ഇരിക്കുന്നു? അതാണ് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറയുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പാട് കണ്ടു എന്ന് കരുതി, കഴിഞ്ഞ കാലങ്ങളിൽ യേശുവിനെ ഏറ്റുപറഞ്ഞു എന്ന് കരുതി, കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതം ചെയ്തു എന്ന് കരുതി, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് ആരാധിച്ചിട്ടുണ്ട് എന്ന് മേനി പറയുന്നത് കൊണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇന്ന് കർത്താവ് നിങ്ങളെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും, അതിന്റെ പേരിൽ മാത്രമായി നിങ്ങൾക്കൊരു ആനുകൂല്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ നിങ്ങൾ ജീവിച്ചതിന്റെ പേരിൽ ഇന്ന് ഒരു പരീക്ഷ വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറയില്ല എന്ന് പറയാൻ പറ്റുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ തള്ളിപ്പറഞ്ഞേക്കാം. ഇന്ന്
നിങ്ങൾ നിങ്ങളുടെ ആത്മാനുഭവത്തിൽ എങ്ങനെ ഇരിക്കുന്നു? അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, പത്രോസ് എന്തുകൊണ്ട് കർത്താവിനെ തള്ളിപ്പറയത്തില്ല എന്ന് നാം പരിശോധിച്ചാൽ നാം രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഒന്ന്, പത്രോസ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടവനാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവനാണ്. ഇത് കണ്ടതിൻ്റെ വെളിച്ചത്തിൽ പത്രോസ് പറയുകയാണ്, ഞാൻ യേശുവിനെ തള്ളിപ്പറയില്ല, കാരണം ഞാൻ ഈ അനുഭവിച്ചതാണ്. പല ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ അനുഭവത്തിലൂടെ വന്നതാണ്. ശരിയാണ്, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇന്ന് ആ അനുഭവം എവിടെ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പത്രോസ് യേശുവിനെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം വ്യക്തിപരമായിട്ടുള്ള ആത്മീകമായിട്ടുള്ള അനുഭവങ്ങൾ, സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അത്ഭുതങ്ങൾ കണ്ടത് മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടായി, ചില ആത്മീകമായിട്ടുള്ള കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് കടലിന് മീതെ നടന്നത്. ലോകത്തിൽ ആരും നടന്നിട്ടില്ല, പക്ഷെ പത്രോസ് പറയുക, ഞാൻ നടന്നു. അങ്ങനെ കടലിന് മീതെ നടന്ന ഞാൻ ഇനി തള്ളിപ്പറയുമോ? സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. മറുരൂപമലയിലെ മനോഹാരിത ഞാൻ കണ്ടതാ. തേജസ് അല്ലെ, ഉടുത്തവനായ തേജസ്സുള്ള കർത്താവിന്റെ ദർശനം ഞാൻ കണ്ടതാ. ഈ ഞാൻ യേശുവിനെ തള്ളിപ്പറയുമോ? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ആ ദൈവത്തിന്റെ മഹത്തായ വെളിപ്പാട് ഞാൻ വിളിച്ചു പറഞ്ഞവനാണ്. ഞാൻ ഈ കർത്താവിനെ തള്ളിപ്പറയുന്നു. ഉത്തരം, പത്രോസേ, നീ ദർശനം കണ്ടവനായിരിക്കാം. നീ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട വ്യക്തിയായിരിക്കാം. നീ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നിന്നെ സാമ്പത്തികമായിട്ടല്ല, നിന്റെ പടകം നിറച്ചിട്ടുണ്ടായിരിക്കാം. ഭൗതികമായിട്ടുള്ള നന്മയൊക്കെ തന്നിട്ടുണ്ടായിരിക്കാം. നിന്റെ കുടുംബത്തിനകത്ത് സൗഖ്യം തന്നിട്ടുണ്ടായിരിക്കാം. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യങ്ങളും നീ കണ്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം. മറുരൂപമലയിലെ അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. നീ യേശുവിനെ സാക്ഷിച്ചയാളായിരിക്കാം. പക്ഷേ അതുകൊണ്ട് അതിന്റെ പേരിൽ നീ ഇന്ന് തള്ളിപ്പറയത്തില്ല എന്ന് വരില്ല. ഇന്ന് നിന്റെ ആത്മീയ അനുഭവം എങ്ങനെ ഇരിക്കുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒത്തിരി അടയാളങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വീട് നൽകിയിട്ടുണ്ടായിരിക്കാം, ജോലി തന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ രോഗം സൗഖ്യമാക്കിയിട്ടുണ്ടായിരിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സഭയിലോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിനെല്ലാം സാക്ഷിയായിരിക്കാം. വ്യക്തിപരമായിട്ട് ആത്മീകമായിട്ടുള്ള ഒത്തിരി വരങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. പ്രവാചക അഭിഷേകം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നിരിക്കാം. കൃപാവരങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ടായിരിക്കാം. അത്ഭുതകരമായി ദൈവത്തിന് വേണ്ടി അനേക മണ്ഡലങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ചോദ്യം ഇപ്പോഴും അവസാനിക്കുന്നില്ല. ചോദ്യത്തിന് ഇപ്പോഴും മാറ്റമില്ല. ഇപ്പോൾ നിങ്ങളുടെ ആത്മീയ അനുഭവം എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറയുമോ ഇല്ലയോ എന്ന പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്നത്.